ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ചധികം ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഒരാഴ്ചത്തോളമായി ഞാൻ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്, കാരണം കുറച്ച് ഓർഡേഴ്സൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നിനും നേരം ഉണ്ടായിരുന്നില്ല. വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എഡിറ്റ് ചെയ്യാൻ മടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഒരു ഒഴിവ് കിട്ടിയത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടിയിട്ട് ജോയിൻ്റ് ആക്കിയിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. അതിന് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സെറ്റ് ബ്രൗണിയാണ് കേട്ടോ. നോർമൽ ബ്രൗണി ഉണ്ട്, അതിൽ ന്യൂട്ടല്ല ബ്രൗണി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം അന്നത്തെ ദിവസം തന്നെ വൈകിട്ട് നമ്മളൊരു ന്യൂട്ടല്ല നട്ട്സ് കേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു ബർത്ത്ഡേ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് വൈഫിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് കൊടുത്തിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ അത് ആ ഒരു തീമിലുള്ള ചെറിയൊരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് പിറ്റേ ദിവസത്തേക്കായിട്ട് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്പഞ്ചസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് സ്പഞ്ചൊക്കെ ഒന്ന് ഓവനിൽ വെച്ചിട്ടുണ്ട്, ചിലത് ബേക്കായിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിനുള്ളത് ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡിൽ എഗ്ഗൊക്കെ ബീറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അടുത്ത ട്രിപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് റെഡി ആയിട്ടുള്ളതൊക്കെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത് വെച്ചതും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇതാ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള കേക്കുകളാണ് കേട്ടോ. ഇതിൽ 2 ടയർ കേക്ക് ഉണ്ട്, സിംഗിൾ ആയിട്ടുള്ള കേക്ക് ഉണ്ട്. അങ്ങനെ മൊത്തത്തിലായിട്ടുള്ള സ്പഞ്ചുകളൊക്കെ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി ബേക്കാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നൈറ്റിൽ കുറച്ച് നേരം വൈകിട്ടാണ് ഐസിങ്ങിനൊക്കെ നിന്ന് കേട്ടോ. മക്കളൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അവരെ ഉറക്കിയതിൻ്റെ ശേഷമാണ് നിൽക്കുന്നത്. കാരണം കുറേ വർക്കുള്ള ദിവസം അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് വെച്ച് അവരുടെ ഒരു സൈഡാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള കേക്കിൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കുക. ഏകദേശം ഒരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഐസിങ്ങിനായിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ക്രീം ഒരു സൈഡിൽ ബീറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്പഞ്ചൊക്കെ ഒന്ന് ലെയറാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ കപ്പ് കേക്കിനുള്ള സ്പഞ്ചും ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഞാനിതുപോലെ സെപ്പറേറ്റ് സ്പഞ്ച് ഉണ്ടാക്കി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്, അല്ലാതെ മോൾഡിൽ ഒഴിച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്യാറില്ല. ഇത് നമുക്കൊരു 4 kg അളവിലുള്ള ഒരു കേക്കാണ് കേട്ടോ. ടെൻഡർ കോക്കനട്ടാണ് ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്ക്വയർ കേക്ക് ചെയ്യുന്ന ആദ്യം ഒന്നും കൂടി എനിക്ക് വൃത്തി തോന്നിയിട്ടുള്ളത് റെക്റ്റാങ്കിൾ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പീസ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇത് കസ്റ്റമൈസ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ എല്ലാ കേക്കുകളും നമുക്ക് രാവിലെ തന്നെ കൊടുക്കാനുള്ള കേക്കുകളാണ് കേട്ടോ. അന്നത്തെ ദിവസം 3-4 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 3ഓളം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കൊടുക്കാനുള്ള കേക്കാണ് ഇത്. ഇത് 4 kgയിലുള്ള കേക്കാണ്. അതിനതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കോക്കനട്ടിൻ്റെ പീസും ക്രഷ് ചെയ്തതും മിൽക്ക് മെയ്ഡും എല്ലാം കൂടിയിട്ടുള്ള അടിപൊളി റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അടിപൊളിയായിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാണ്ടുന്നത് ഒരു 2 ടയർ കേക്കാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ, 2 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അങ്ങനെ ഇത് രണ്ടും നമുക്ക് വടക്കാഞ്ചേരിക്ക് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്ക് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു. എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ, എൻ്റെ കൂടെ പഠിച്ച ആൾ തന്നെയാണ്, അഭിലാഷ് എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് തന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു. അങ്ങനെ ഒരുവിധം ഫൈനൽ കോട്ടിങ്ങും എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഒന്ന് ഡിസൈനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം രാവിലെ 10 മണിക്ക് കൊടുക്കാനുള്ള കേക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്കും പോപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, ഡോണറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കപ്പ് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഇതൊക്കെ എടുക്കുന്ന ടൈം ഇതാ 1:30 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് രാവിലെ നേരത്തെ 5:30ക്ക് എണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മോൾക്ക് മദ്രസ ഉണ്ട്. അവളെ മദ്രസയ്ക്ക് പറഞ്ഞയച്ചതിൻ്റെ ശേഷം ഇതാ ഡോണറ്റ്സിനുള്ള ഡോക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം എന്താ ഞാൻ ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊന്നല്ല. നമ്മൾ ആ റെക്റ്റാങ്കിൾ കേക്കിനില്ലേ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടെഡ്ഡി ബിയേഴ്സ് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ഓൾറെഡി കസ്റ്റമർ ഡിസൈൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിലേറ്റീവിന് ചെയ്തിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോണ്ടൻ്റ് വർക്കും ഇതാ ചെയ്തിട്ട് ഓവനിൽ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പല കളറിലുള്ള ടെഡ്ഡി ബിയറാണ്. ഓൾറെഡി ഡിസൈൻ അയച്ചു തന്നതുകൊണ്ട് പിന്നെ ഡിസൈൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ടനിൽ തന്നെ പല കളറിലായിട്ടുള്ള ഇതുപോലെ ഡോട്ട് ചെയ്തിട്ട് നോസിലോണ്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് പിന്നെ ടെഡ്ഡി ബിയേഴ്സൊക്കെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കേക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഡോണറ്റ്സും പോപ്സും അതുപോലെ കപ്പ് കേക്കും ഒക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനും അതുപോലെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ തൊരടിപ്പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ. അതിനൊക്കെയാണ് കൂടുതൽ ടൈം പോവുക. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മക്കളും അതുപോലെ ഇക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് സ്കൂളിലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ഈ ഒരു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുവിധം ഒക്കെ പണികൾ വേഗം തന്നെ ഒക്കെ തീരുന്നുണ്ട്. പിന്നെ ഇത് ഡെലിവറി ചെയ്യാൻ ഞാനും കൂടിയും പോകണം, ഇക്ക മാത്രമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കേക്കും വടക്കാഞ്ചേരിക്ക് തന്നെയാണ് കേട്ടോ. ആ റെക്റ്റാങ്കിളിലുള്ള കേക്കും ഈ ഒരു കേക്കും വടക്കാഞ്ചേരിക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഡെലിവറി ഒക്കെ നമുക്ക് എളുപ്പമാണ് കേട്ടോ.
അപ്പോൾ പകുതി വരെയുള്ള റോസറ്റ ഡിസൈൻ ഞാൻ തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി സ്റ്റാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് വരക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പകുതി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അങ്ങനെ എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു ആ ടൈമിൽ. എങ്ങനെയും ആ ടൈമിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പെടഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ കൊണ്ടുപോകുന്ന ടൈമിൽ എല്ലാം കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ കസ്റ്റമർ നമുക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്തിട്ട്. നമ്മൾ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നമ്മൾ കസ്റ്റമർ ചോദിക്കണതിനനുസരിച്ചിട്ടാണ് കൊണ്ടു കൊടുക്കൽ. അങ്ങനെ ആ ഒരു ഫോട്ടോ തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതങ്ങനെ പാക്ക് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ ടെഡ്ഡി ബിയറിനൊക്കെ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ കേക്ക് ചെയ്തു വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പല കളറിലുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. അങ്ങനെ അതും നമ്മൾ പാക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതെല്ലാ കേക്കും പാക്ക് ചെയ്ത് നമ്മളിതാ 4 kg കേക്ക് എൻ്റെ മടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പോപ്സും അതുപോലെ തന്നെ 2 ടയർ കേക്കും എല്ലാം അതുപോലെ സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് സീറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടയർ കേക്ക് താഴത്താണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കാല് വെക്കുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. സീറ്റിൽ നമുക്ക് 2 ടയർ കേക്കൊന്നും വെച്ചിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴത്തേക്ക് വീഴും. അങ്ങനെ നമ്മളിത് വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. വടക്കാഞ്ചേരി നിൽക്കാമെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പള്ളിയുടെ ആ ഒരു പരിസരത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ പള്ളിയുടെ അവിടെ കൊണ്ടു കൊടുത്തു കേട്ടോ ആ കേക്ക്. അതിൻ്റെ ശേഷം എൻ്റെ നാട്ടിലേക്കുള്ള കേക്കും കൊണ്ടു കൊടുത്തു, മങ്കരക്കുള്ളത്. അങ്ങനെ വരുന്ന വഴിക്ക് വീട്ടിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ അതിനെ അതും കൂടി ഒന്ന് പാക്ക് ചെയ്ത് പോകുന്നു കേട്ടോ. അങ്ങനെ നേരെ വീട്ടിൽ പോയിട്ടാ. വീട്ടിലെത്തിയതിന് ശേഷം നമുക്കൊരു 1 kg നട്ടി ബബിൾ കേക്ക് കൊടുക്കാണ്ടായിരുന്നു. അത് ഓൾറെഡി അന്ന് ഫൈനലൈസിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ മറ്റേ കേക്കൊക്കെ ഡെലിവറിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതിൻ്റെ ശേഷം ആ ഒരു കേക്കും കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം കൊടുക്കാനുള്ള കേക്കുകളാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ഡോണട്ട്സും 4 ഡോണട്ട്സും അതുപോലെ 1/2 kg ഡ്രീം കേക്കും പിന്നെ ഒരു 1/2 kgയുടെ കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ 1 kgയിലുള്ള ഒരു യൂണിക്കോൺ തീമിലുള്ള കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റമറിന് ആ ഒരു സെയിം മോഡൽ തന്നെ ചെയ്ത് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അതേ കളറിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്കും. ഇത് 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഡ്രീം കേക്കും അതുപോലെ തന്നെ ഡോണട്ട്സും എല്ലാം കൂടിയിട്ട്. ഇത് ഒരു വീട്ടിലേക്കുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ള കേക്കായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു കേക്കും പാക്ക് ചെയ്ത് കൊടുത്തയച്ചു കേട്ടോ. അത് പിന്നെ മോളും ഇക്കയും കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അതിൻ്റെ പിറ്റേ ദിവസം കൊടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് 2 kg ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. 2 ടയർ ആക്കി ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു. ഇത് ഓൾറെഡി കസ്റ്റമർ നമുക്ക് ഡിസൈനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് രാവിലെ നേരത്തെ കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോണ്ടൻ്റ് വർക്കൊക്കെ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ അയച്ചെന്ന ഡിസൈനും ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നമ്മൾ ഈ കേക്കും പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുകൊടുത്തിട്ടാണ്. ഇത് വന്നിട്ട് പഴുനാനക്കുള്ള ഒരു ഓർഡർ ആയിരുന്നു. അങ്ങനെ വീടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് തെരഞ്ഞു പിടിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തി. അവരുടെ വീട്ടിൽ സേഫായിട്ട് തന്നെ കേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരാഴ്ചത്തെ വിശേഷങ്ങളെന്ന് പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ ഏത് കേക്കാണ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.